രാജ്യത്ത് വമ്പൻ പ്രക്ഷോഭത്തിന് കളം ഒരുങ്ങുന്നു. വലിയ സമരത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് കർഷക സംഘടനകളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിവിധ മാധ്യമങ്ങൾ, ഞങ്ങളടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നൊരു കാര്യമാണ്. കാരണം ഈ വരുന്ന 5 വർഷക്കാലം നരേന്ദ്രമോദിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തുടർ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകാൻ, അല്ലെങ്കിൽ അവയെ പിന്തുണച്ചെത്താൻ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് 2020-21 ആരംഭിച്ച ഈ കർഷക സമരം. ആദ്യം അത് ആളിക്കത്തിയെങ്കിൽ പിന്നീട് ആ സമരത്തിന് വലിയ ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ആ സമരമാണ്. കാരണം നിലവിൽ സാഹചര്യത്തിൽ മറ്റ് കാരണങ്ങളൊന്നുമില്ല സമരം ചെയ്യാൻ, മറ്റ് പുതിയ നീക്കങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ പഴയ സമരങ്ങൾ പൊടിതട്ടിയെടുത്തുകൊണ്ട് മുൻപോട്ട് വരിക എന്നുള്ള ഒരു പുതിയ ആശയമാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കർഷകർക്ക് കടം എഴുതിത്തള്ളണം, ഒപ്പം തന്നെ മിനിമം താങ്ങുവില പ്രഖ്യാപിക്കണം, ഇല്ലെങ്കിൽ അതിന് ഉള്ള നീക്കങ്ങൾ നടത്തണമെന്ന ആ പഴയ ആവശ്യം, ആ ആവശ്യത്തിൽ അനവധി വട്ടം ചർച്ചകൾ നടത്തിയിരുന്നതും മറ്റുമാണ്. ആ ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ടതിന് ശേഷം ഈ മാസം 16, 17, 18 തീയതികളിൽ 3 ദിവസത്തെ വിപുലമായ യോഗം സംയുക്ത കിസാൻ മോർച്ച വിളിച്ചു ചേർക്കും. അതിനുശേഷം BJP വിരുദ്ധ പ്രചരണം തുടങ്ങുമെന്ന് മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ആദ്യം കർഷക സംഘടനകൾ മഹാപഞ്ചായത്തുകൾ വിവിധ സംസ്ഥാനങ്ങൾ വിളിച്ചു കൂട്ടുന്നു. അതിനുശേഷം 2020-21 മോഡൽ സമരത്തിനാണ് പുതിയ നീക്കം. ഇത്തവണ സമരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ പരസ്യമായി തന്നെ പിന്തുണച്ച് രംഗത്തെത്തും, വിവിധ സംസ്ഥാനങ്ങളിലടക്കം. ഇതാണ് പുതിയ പ്ലാൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.